ബിബി, താങ്കളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വർക്ക് രേണുസുതിയുമായിട്ടായിരുന്നില്ലേ? അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? രേണുസുതിയെ പറ്റി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എല്ലാവരെയും പോലെ രേണുസുതിയെ പറ്റിയുള്ള കുറച്ച് വർക്കുകൾ കണ്ടു എന്നുള്ള പരിചയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അങ്ങനെ ഞാനും എല്ലാവരും ചിന്തിച്ചതുപോലെ തന്നെ ഒരു ചിന്തയും കാഴ്ചപ്പാടുമായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു രേണുസുതിയെ പരിചയപ്പെടുന്നത് വരെ. മനസ്സിലായി. നേരത്തെ അറിയായിരുന്നോ? നേരത്തെ അറിയത്തില്ല. ഈ ഒരു വർക്കിൽ വന്നിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ വർക്കിലും ഞങ്ങളോട്ട് അസോസിയേറ്റ് ചെയ്യുന്നതില്ല. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിലാണ് രേണുസുതി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലേ. ശരിക്കും ഇപ്പോൾ രേണു കൊല്ലം സുധി രേണുസുതിയിൽ നിന്ന് രേണുവിലോട്ടുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ഐഡൻറ്റിറ്റി കിട്ടി അതിൽ കയറി ഇങ്ങനെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആവാൻ പറ്റത്തില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണുസുതിക്ക് ഈ ഒരു പാഷനും മനസ്സിലല്ലേ, ഈ ഒരു അഭിനയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യണം, ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ഒരു താല്പര്യം വളരെ മുമ്പ് കാലം തൊട്ട് തന്നെ പുള്ളിക്കാരുടെ മൈൻഡിലുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പുള്ളിക്കാരി നന്നായിട്ട് യൂസ് ചെയ്തു. ആ ഒരു അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ബിഗ് ബോസിലോട്ട് പോകുന്നുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? നേരത്തെ അല്ല മുൻകൂട്ടി ഇല്ല അറിയായിരുന്നോ? ഇല്ല 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 ഒരിക്കലും ഇല്ല. അതിപ്പോൾ അവർക്ക് അങ്ങനെ അറിയാമെങ്കിൽ തന്നെയും അവരത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ലല്ലോ, ഞങ്ങളുടെ അടുത്ത് അതൊന്നും പറയത്തില്ലല്ലോ. കാര്യം അത് അവരുടെ ഒരു സൂചന പോലും തന്നിട്ടില്ല. ഇല്ല. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു ഷോ അല്ല. ഇത്രയും വലിയൊരു ഷോയാണ്. അപ്പോൾ അതിന് അവരുടേതായിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടിയാൽ പോലും അവരത് ഷെയർ ചെയ്യത്തില്ല. ഇപ്പോഴത്തെ നമ്മുടെ ബിഗ് ബോസിലെ രേണുസുതിയുടെ ആ പ്രകടനം എങ്ങനെ നോക്കി കാണുന്നു? രേണുസുതി ഇപ്പോൾ ബിഗ് ബോസിൽ കത്തി നിൽക്കുകയല്ലേ. അതെ. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, രേണുസുതി എനിക്ക് മനസ്സിലാക്കി തുടങ്ങണം, ബിഗ് ബോസിൽ ഒരുപാട് സ്ട്രാറ്റജികളും ഒരുപാട് ഗെയിം പ്ലാൻസും എല്ലാം കൂടെ ചേർന്നിട്ട് ആണ് ബിഗ് ബോസിൻ്റെ ഓരോ ഇതും നടന്നു പോകുന്നത്, ഓരോ സീസണും. അപ്പോൾ ഈ സെലക്ഷൻ കിട്ടുന്നവരെല്ലാം ഓൾറെഡി ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും അല്ലേ. എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി, എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും വരുന്നത്. ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ യാതൊരു തര പ്ലാനോ കാര്യങ്ങളോ ഒന്നും രേണുവിന് ഉണ്ടായിരുന്നില്ല. മനസ്സിലല്ലേ. രേണു മുതൽ ആയിട്ട് ഒരു കൈമുതലായിട്ടുണ്ടായിരുന്ന രേണുവിൻ്റെ ഒരു കോൺഫിഡൻസ് മാത്രമാണ്. ആ ഒരു കോൺഫിഡൻസ് മാത്രവുമായിട്ടും മനസ്സിൽ നമ്മുടെ സുധിച്ചേട്ടൻ്റെ ഒരു ഇതുമായിട്ടാണ്, ഒരു സപ്പോർട്ടുമായിട്ടാണ് രേണു ബിഗ് ബോസ് ഹൗസിലോട്ട് എൻട്രി ആവുന്നത്. മനസ്സിലായി. അപ്പോൾ അത് വെച്ചിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം, അവിടെ പോയിട്ട് ആളുകളെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അതിൻ്റെ സ്ട്രാറ്റജി യൂസ് ചെയ്യാം എന്നുള്ള ഒരു നയമാണ് രേണു എടുത്തിട്ടുള്ളത്. ശരി, കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ കണ്ടതുപോലെ ചില കണ്ടസ്റ്റൻസ് നേരത്തെ വെളിയിൽ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ടായിരുന്നു പോകുന്നത്. അവിടെ പോയിട്ട് എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ. ശരിക്കും ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ അക്ബറുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിൽ ഉണ്ട്. സെപ്റ്റി ടാങ്ക് എന്ന അത് ഒരു സ്ത്രീയെ ഒരിക്കലും തീർച്ചയായും കാര്യം തന്നെ ഒരു സ്ത്രീയെ ഒരിക്കലും ആരും അഭിസംബോധന ചെയ്യാൻ പാടില്ലാത്തൊരു വാക്കാണ് ആ സെപ്റ്റി ടാങ്ക്. ശരിക്കും അത് അക്ബറിൻ്റെ വായിലെന്ന് അറിയാതെ വന്നതാണെങ്കിൽ പോലും അങ്ങനെ നമുക്ക് കരുതാം. പക്ഷേ അതിന് ശേഷവും അക്ബർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മാലിന്യ കൂമ്പാരമാണ്, അതുകൊണ്ട് സെപ്റ്റി ടാങ്ക് എന്ന പദം എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്നാണ് അക്ബർ പറഞ്ഞത്. ശരിക്കും ആ സെപ്റ്റി ടാങ്ക് എന്നുള്ള ഒരു വേർഡ് അക്ബറിൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നതാണെങ്കിൽ തന്നെ നമുക്കത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ രണ്ടാമത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിറച്ചും അങ്ങനെയുള്ള മാലിന്യങ്ങൾ, ഒരു സെപ്റ്റി ടാങ്കിനകത്ത് എന്ത് മാലിന്യമാണ് കാണുന്നത് നമുക്ക് തന്നെ അറിയാം. ഒരു സെപ്റ്റി ടാങ്കിനകത്ത് കാണപ്പെടുന്ന മാലിന്യം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ, അത് പറയാൻ തന്നെ ഞങ്ങൾക്ക് അറപ്പുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് രേണുസുതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ രേണു അതിനെ ഫേസ് ചെയ്തൊരു വേ ഓഫ് അപ്രോച്ച് ഉണ്ട്, അറിയാമോ. ചിരിച്ചുകൊണ്ട് നൈസ് എന്നാണ് രേണു അതിനെ പറഞ്ഞത്. മനസ്സിലോ നൈസ് എന്നുണ്ട്. മനസ്സിൽ വിഷമം ഉണ്ടാവാഞ്ഞിട്ടല്ല, മനസ്സിലായി. പക്ഷെ ഇതെല്ലാം രേണുവിന് അറിയായിരുന്നു. ഇതിനകത്ത് പോകുമ്പോൾ ഒരു സ്ത്രീ എത്രത്തോളം അതമ്പതിക്കാവുന്ന രീതിയിൽ അത്രത്തോളം ചവിട്ടി തേക്കപ്പെടുമെന്ന് അറിയായിരുന്നു. പുറത്തും അതായിരുന്നല്ലോ സോഷ്യൽ മീഡിയാസിൽ നേരത്തെ ചെയ്ത വർക്കുകളിലായാലും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇതിലെല്ലാത്തിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രേണുവിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ കൂടുതലും ആണുങ്ങളല്ല. ആണുങ്ങളെല്ലാവരും ലേഡീസിലുള്ള കുറച്ച് ഹെയ്റ്റേഴ്സാണ് രേണുവിനുള്ളത്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ അതെ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടല്ല. ഭർത്താവ് മരിച്ച സ്ത്രീ എന്താണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടണമെന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, രേണുവിന് ഉള്ളിൽ മുന്നേ നേരത്തെ നല്ലൊരു
പാഷൻ ഉണ്ടായിരുന്നു, അഭിനയിക്കണം, ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള രീതിയിലൊരു പാഷൻ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ സുധിച്ചേട്ടനുമായിട്ട് വന്നതിന് ശേഷം പുള്ളിക്കാരിയിൽ വന്നതായിരിക്കാം, ചിലപ്പോൾ നേരത്തെ ഉള്ളതായിരിക്കാം, ഡിപ്പെൻസ് ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ആ ഒരു പാഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തു. മനസ്സിലല്ലേ? ചിലപ്പോൾ അത് ചെയ്യാതെ മടിച്ച് വീട്ടിലിരുന്ന് വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തൊരു ഇൻകം നോക്കി കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ. പക്ഷേ പുള്ളിക്കാരിക്ക് എവിടെ നിന്നാണ് വേറൊരു ഇൻകം വരുന്നത്? മനസ്സിലായില്ല. അപ്പോൾ പുള്ളിക്കാരി ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരി അറിയാവുന്ന ഉള്ള ഒരു പ്രൊഫഷനിലോട്ട് വന്നു. പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തു. ഇതിൽ കുറേ ബാഡ് കമൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ശരിക്കും ഈ ബാഡ് കമൻസ് തന്നെയാണ് പുള്ളിക്കാരി ഇത്ര റീച്ച് അതുപോലെ ആക്കിയത്. തന്നെ വിപിന് പുള്ളിക്കാരിയുമായിട്ട് കൂടുതൽ, കാരണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയണം, വിത്തിൻ ഒരു സെക്കൻഡിനുള്ളിൽ പുള്ളിക്കാരി ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു കമൻസ് കുറേ കേട്ടിട്ടുണ്ട്. കാരണം ക്യാരക്ടർ വിത്തിൻ സെക്കൻഡിനുള്ളിൽ പുള്ളിക്കാരി അങ്ങ് ചേഞ്ച് ചെയ്യുവാണ്, ക്യാരക്ടർ വിട്ട് പോവുകയാണ്. അത് രേണുസുതി മാത്രമല്ല, അത് ഈ ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുന്നവരെല്ലാവരും ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിലോട്ട് ഇൻവോൾവ് ആകും. കമന്റ്സ് കൂടുതലും വന്നത് അങ്ങനെയാണ്. കാരണം ശരിക്കും അല്ല, നിങ്ങൾ ഈ ബാഡ് കമന്റ്സ് എന്ന് പറയുന്നല്ലോ, നമ്മൾ ഈ ബാഡ് കമന്റ്സിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഒറിജിൻ നോക്കി പോയി കഴിഞ്ഞാൽ അറിയാം, എല്ലാം ഫേക്ക് അക്കൗണ്ട്സ് ആണ്. ഇതാ ഒരു ഒറിജിനലായിട്ട് ഏറ്റവും കൂടുതൽ കമന്റ്സും രേണു ചില കമന്റ്സിന് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ കയറി നോക്കുമ്പോൾ അറിയാം അത് ഒരു നാഥനില്ലാത്ത ഒരു അക്കൗണ്ടാണ്. മനസ്സിലായില്ലേ? കാര്യം ഇതൊക്കെ കരുതിക്കൂട്ടി ആരൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ശരിക്കും നമ്മുടെ ആ വർക്ക് ലാസ്റ്റ് 2 വർക്ക് കഴിഞ്ഞപ്പോഴാണ് രേണു ഇതിലോട്ട് കയറിപ്പോയത്, മനസ്സിലായി, ബിഗ് ബോസിലോട്ട് പോയത്. ഈ സമയത്തെല്ലാം ഹൈ ലെവലിൽ പുള്ളിക്കെതിരെ നല്ല രീതിയിലുള്ള ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ബിഗ് ബോസിലോട്ട് പെടും എന്നുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ രേണു ഉണ്ടായിരുന്നു. അതിനെ പേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ചിലപ്പോൾ വേറെ ആർട്ടിസ്റ്റുകളോ ചിലപ്പോൾ കിട്ടാം. പ്രതീക്ഷയായിട്ട് തന്നെ ഒത്തിരി 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 ബാഡ് കമന്റ്സ് വരുന്നുണ്ടല്ലോ. പ്രതീഷിന്റെ ഫാമിലിക്ക് സാർ ഇതിനു മുന്നേ ഒരു ഇന്റർവ്യൂവിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മോഹൻലാലായിട്ട് ഒരു അവസരം കൊടുക്കൂ, രേണു അഭിനയിക്കും. പ്രതീക്ഷയായിട്ട് കൂടുതൽ വർക്ക് വരുന്നു, അതുകൊണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായി? വർക്ക് വരുന്നതിന് ചെയ്യുന്നതിന് ഇങ്ങനെ ബാഡ് കമന്റ്സ് വരാണെന്ന് ചോട്ടാ മുംബൈ എന്നൊരു മൂവിയിൽ ലാലേട്ടൻ ഷക്കീലോടൊപ്പമാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ കമന്റ്സ് പറയുന്നവർ കമന്റ്സ് പറയട്ടെ. രേണു എന്തായാലും രേണുവിന് കിട്ടുന്ന വർക്കുകൾ ചെയ്യുന്നുണ്ട്, രേണു വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, രേണുവിന് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, രേണുവിൻ്റെ ഫാമിലി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബാഡ് കമന്റ്സ് എന്തായിക്കോട്ടെ, ഈവൻ ഇപ്പം ഞാനായാൽ പോലും, ഒരു ആർട്ടിസ്റ്റ് ആയാൽ പോലും, ഒരു കോമൺ മാൻ ആയാൽ പോലും ഡ്രീം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തിന് സുധിച്ചേട്ടൻ വരെ ഏറ്റവും കൂടുതൽ എത്തിപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ബിഗ് ബോസ്. അവിടെയൊക്കെ രേണുവിന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എത്തുമ്പോൾ ശത്രുക്കളുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടോ കഴിവില്ലേ എന്നുള്ള കാര്യങ്ങളല്ല. ഒരാളുടെ ഉയർച്ച എന്ന് പറയുന്നത് അയാളുടെ മൈൻഡിൻ്റെ ഒരു പവറാണ്. എത്രത്തോളം അതിന് ഡെഡിക്കേഷനായിട്ട് ചെയ്യുന്നുണ്ട്. രേണുവിന് കിട്ടുന്ന വർക്കുകളെല്ലാം രേണു കൃത്യസമയത്ത് ലൊക്കേഷനിൽ എത്തുന്നുണ്ട്. 2 വർക്കിൽ അസോസിയേറ്റ് ഉണ്ട്. 2 വർക്കിലും രേണു കൃത്യസമയത്ത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വർക്ക് കൊടുത്ത വർക്ക് പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ കംപ്ലയിൻസോ ഒരു അലിഗേഷൻസോ ഒരു കാര്യങ്ങളും ഇല്ല. ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ എത്രയോ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആവുന്നുണ്ട്. ആ നിലയ്ക്ക് രേണു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന നിലയ്ക്ക് ചെയ്യുന്ന ജോലിയോട് 100% നീതി പുലർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് പുള്ളിക്കാരി കിട്ടുന്നത്. മനസ്സിലായി? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അത് തന്നെ ഇപ്പൊ രേണു പറയുന്നുണ്ട്, 2-3 വീഡിയോസ് ഞങ്ങളിപ്പം ഈവൻ യൂട്യൂബ്സിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. വരണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു, ഈവൻ ഞാൻ വീഡിയോസ് ചെയ്ത് അങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി തന്നെ സങ്കടപ്പെടുന്നുണ്ട്. ഈവൻ കുട്ടികളെ വെച്ചിട്ടായാലും എനിക്ക് മോനെ കാണാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിൻ്റെ, മലയാളി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് രേണുവിന് നല്ല രീതിക്ക് സപ്പോർട്ടുണ്ട്. മനസ്സിലായി? ഇത് രേണുവിന് അറിയാൻ പറ്റുന്നില്ലല്ലോ. അത് ഇപ്പോൾ ഒരു എലിമിനേഷൻ വന്നിട്ടുണ്ട്, ഈ എലിമിനേഷൻ കഴിയും. മനസ്സിലായി? അതെ ഞാൻ പറഞ്ഞു, ഈ എലിമിനേഷൻ കഴിയും, 2ാമത് എലിമിനേഷൻ ലിസ്റ്റ് വരും. ഉറപ്പാണ്, രേണുവിന് അറിയാം ഒരു 10 ആഴ്ച അല്ലെങ്കിൽ എത്ര ആഴ്ച ഉണ്ടോ അത്രയും ആഴ്ച എലിമിനേഷനിൽ രേണുവിൻ്റെ പേര് സജസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് രേണു അവിടെ പോയിരിക്കുന്നത്, അല്ലേ? അല്ലാതെ ഈ പറയുന്ന അക്ബർ ഇങ്ങനെ ഒരു പരാമർശം നടത്തി, എന്തുകൊണ്ട്? അതിനെപ്പറ്റി എന്താ ആരും ചിന്തിക്കാത്തത്? പുള്ളിക്കറിയാന്നുള്ളത് രേണുസുതിയെ പറ്റി 2 തെറി പറഞ്ഞാൽ, രേണുസുതിയെ കരയിപ്പിച്ചാൽ, രേണുസുതിയെ വേദനിപ്പിച്ചാൽ പുള്ളിക്ക് കൈയടി കിട്ടും എന്നുള്ള ഒരവസ്ഥയിലാണ് പുള്ളി അങ്ങനെ ചെയ്തത്. പക്ഷെ അത് മാറുന്നുണ്ട്. രേണുവിന് കിട്ടിയ ഒരു ചാൻസ് രേണു അതിനെ കൃത്യമായിട്ട് അതിനെ ഗോളാക്കി മാറ്റിയിട്ടുണ്ട്. മനസ്സിലായി? രേണുവിന് സെപ്റ്റി ടാങ്ക് എന്നൊരു പരാമർശം വന്നു. രേണു അതിൽ അക്ബറിനോട് കയർക്കാനോ, ഈവൻ അവരെല്ലാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, പുള്ളിക്കാരി മാത്രം സെപ്പറേറ്റ് മാറി നിന്ന് കഴിക്കുന്നു. അല്ല, അത് കോർണറിങ് എന്ന് പറയുന്നത് ശരിക്കും ബിഗ് ബോസിന്റെ തന്നെ ഒരു സ്ട്രാറ്റജി, അതിനകത്ത് ഒരു നാട്ടിലുള്ള സ്ട്രാറ്റജിയാണ്. മനസ്സിലായി? അവർ ഒരു ഹൈപ്പ് കിട്ടും. കാരണം അവർക്ക് മനസ്സിലായി, സെപ്റ്റി ടാങ്ക് വിളിച്ചത് അതിനകത്തുള്ളവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത്
പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. ഇത് രേണുവിന് ചിലപ്പോൾ ഒരു ഹൈപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായി. കാര്യം രേണു അതിൽ പറയുന്നുണ്ട്, ഞാനൊരു അമ്മയാണ്, അമ്മമാരെ റെപ്രസെന്റ് ചെയ്തിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ, മനസ്സിലായി. എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം പുള്ളിക്കാരി ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീ. അപ്പോഴേ കൂടെ ഉണ്ടായിരുന്ന ലേഡി ആർട്ടിസ്റ്റുകൾ പോലും പറയുന്നു, ഞങ്ങളും പെണ്ണാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചാലും ഇങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, മനസ്സിലായി. അതിൽ മറ്റേ ഹോട്ട് സീറ്റിലൊക്കെ ഇരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, പുള്ളിക്കാരിയും ആയിട്ട് നേരത്തെ രേണുവിന്റെ ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂവിൽ ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു സംസാരമായിട്ടുള്ളതായിരുന്നു, മനസ്സിലായില്ലേ. ആ പുള്ളിക്കാരിയുടെ അടുത്തും രേണു ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനിവിടെ സ്കിറ്റ് കളിക്കുകയാണോ, ഞാനും അതിനല്ലേ പ്രതികരിച്ച് എന്നുള്ള രീതിയിൽ. അപ്പോഴും പുള്ളിക്കാരി നിൽക്കുന്ന ഒരു നിപ്പുണ്ട്, മനസ്സിലായില്ലേ. മീൻസ് രേണു അവിടെ നിന്ന് കഴിഞ്ഞാൽ രേണു ബിഗ് ബോസ് ഹൗസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയി കഴിഞ്ഞാലും ബാക്കിയുള്ളവർക്ക് പണിയാകും എന്ന് പേടിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. ശരിക്കും ഇവിടെ ഉണ്ടാവുന്ന റൈറ്റിങ്ങിന്റെ ഇതൊന്നും അകത്തിരിക്കുന്ന ആർട്ടിസ്റ്റൊക്കെ അറിയാൻ പറ്റത്തില്ല. പക്ഷേ എവിക്ഷന് ഇങ്ങനെ 1-2 എവിക്ഷന് വന്നിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആർട്ടിസ്റ്റിനും ബാക്കിയുള്ള ആർട്ടിസ്റ്റിനും മനസ്സിലാവും വെളിയിൽ സപ്പോർട്ട് കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അക്ബറുമായിട്ടുള്ള ഇഷ്യൂവിന് ശേഷമാണ് വോട്ടിങ്ങിന്റെ റേറ്റ് കൂടി വരുന്നതെന്ന് പറയുന്നുണ്ട്. അല്ല, സീരിയസ്ലി ഇതിൽ വേറെ കാര്യം തന്നെ, രേണുസുതിയെ പേഴ്സണലി 2 വർക്കിൽ പരിചയപ്പെട്ടത് കൊണ്ട് എനിക്കറിയാം, ഇതിനകത്ത് പോയി കഴിയുമ്പോൾ എന്താണ് രേണുസുതി എന്നുള്ളത് വെളിയിലുള്ള ആൾക്കാരറിയും, മനസ്സിലായില്ലേ. ശരിക്കും ഈ കമൻറ്റുകൾ വായിച്ച് മാത്രം അറിയാവുന്നുള്ള രേണുസുതി അല്ല യഥാർത്ഥത്തിലുള്ള രേണുസുതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോ എന്തുകൊണ്ടും രേണുവിന് ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ആ ഒരു കോൺഫിഡൻസ്, ബാഡ് കമന്റ്സ് വരുന്നവർ തന്നെ ഈവൻ രേണുസുതിയുടെ കൂടെ ഒത്തിരി വീഡിയോസും ഇതൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം അവർ രേണുസുതി നിങ്ങൾ പറയുന്ന ക്യാരക്ടർ അല്ല ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീസന്റ് ആണ് എന്നുള്ള രീതിയിലാണ് പുറത്ത് അവർ രണ്ടാമത്തെ വീഡിയോസ് ഇടുന്നത്. അതിലും ബാഡ് കമന്റ്സ് തന്നെയാണ് വരുന്നത്. കാരണം ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, അവൾ ചേച്ചിയല്ല. കാരണം മറ്റേ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? സാറിന് ഇപ്പം അതിന് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എന്താ പറഞ്ഞാലേ നമുക്കിപ്പം ഫാൻസ് മാത്രം പോരല്ലോ. ഒരാള് വളരുന്നതിന് ഒരു ഫാൻസ് മാത്രം പോരാ, ഹേറ്റേഴ്സും വേണം. ഹേറ്റേഴ്സ് കുറ്റങ്ങൾ കണ്ടെത്തണം, എന്നാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കമൻറ്റ്സ് എല്ലാം നിങ്ങൾ അതിൻ്റെ ഒരു ഒറിജിൻ കൂടെ നോക്കണം. എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്ന് കുറ്റം പറയാൻ പറ്റാത്തവരാണ്. കാരണം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് താഴെയും ഫാൻസിൻ്റെ തെറിവിളി കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇവർ പലരും ഈ പറയുന്ന ഫേക്ക് അക്കൗണ്ട്സാണ് യൂസ് ചെയ്യുന്നത്. ജെന്യൂൻ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ വളരെ കുറച്ച് മാത്രമേ കമൻസും കാര്യങ്ങൾ വരാറുള്ളൂ, മനസ്സിലായില്ലേ. പിന്നെ ഇതിൽ ആ വീണയുമായിട്ടുള്ള ഒരു ഇഷ്യൂ, വീണയുമായിട്ടുണ്ടായിരുന്ന ഇഷ്യൂ വന്ന സമയത്തൊക്കെ ആൾക്കാർ കുറച്ച് രീതിയിൽ സംസാരിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ വീണ എന്ന് പറയുന്ന വ്യക്തി സുധിയുടെ വൈഫായിരുന്നു, മനസ്സിലായി. ലീഗൽ വൈഫോ ഇല്ലീഗൽ വൈഫോ എന്നുള്ളതല്ല, സുധിയുടെ വൈഫായിരുന്നു. സുധിയെ വേണ്ട എന്ന് വെച്ചിട്ട് പുള്ളിയുടെ നിന്ന് നേരെ പോയതാണ്. പുള്ളിക്കാരി വേറെ വിവാഹം കഴിച്ചു, അവർ സുഖമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇതുവരെ വേണ്ടാതിരുന്ന ആ ഒരു ഐഡൻറ്റിറ്റിക്ക് എന്തിന് വീണ ഇപ്പോൾ വരണം? രേണുസുതിയുടെ വളർച്ചയാണ് കാരണം, രേണുസുതിയുടെ ഗ്രോത്താണ് കാരണം, രേണു ജനറേറ്റ് ചെയ്യുന്ന ഇൻകമാണ് കാരണം. അപ്പോൾ അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ടാണ് വന്നത്. ശരിക്കും സുധിച്ചേട്ടൻ മരിക്കുമ്പോൾ സുധിച്ചേട്ടൻ്റെ ലീഗൽ വൈഫ് രേണുവായിരുന്നു. അതിൽ രേണുവിനൊരു കുഞ്ഞുണ്ട്. മരിക്കുന്ന സമയത്തും രേണുവായിരുന്നു ഭാര്യ. അപ്പോൾ എന്തുകൊണ്ട് രേണുവിന് സുധി എന്ന പേര് യൂസ് ചെയ്ത് കൂടാ? ഈ സുധി എന്ന പേരിൻ്റെ അവകാശം പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പറയുന്ന വീണ വന്നത്. ഈ പറയുന്ന വീണ വേണ്ട എന്ന് പറഞ്ഞ് പോയതാണ്. ഓൾറെഡി സുധിച്ചേട്ടൻ്റെ മോൻ കിച്ചു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്നും അടിയായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു, അച്ഛനുമായിട്ട് ഒന്നിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് രണ്ടുപേരും പിരിഞ്ഞതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായി. പിന്നെ എന്തിനു പറയുന്നു, നമ്മുടെ ഒരുപാട് TV ഷോകളിൽ സുധിച്ചേട്ടൻ രേണുവിനെയാണ് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മനസ്സിലായി. എൻ്റെ പൊന്നോ അങ്ങനെ എന്തോ ഒരു ചെല്ലപ്പേരിട്ട് വിളിച്ച് കൊണ്ടുവന്നു, മനസ്സിലായി. ഇപ്പോൾ സുധിച്ചേട്ടൻ അങ്ങനെ അഭിസംബോധന ചെയ്ത ഒരാളെയാണ് ഇപ്പോൾ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞിട്ട് അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി പരാമർശിക്കുന്നത്. എന്നിരുന്നാലും ഈ ഷോയിൽ വന്നതിന് ശേഷമാണ് ഈ അക്ബർ എന്ന് പറയുന്ന ഒരാളെ ഞാൻ കാണുന്നത്. എനിക്കറിയത്തില്ല സീരിയസ്ലി. പക്ഷേ രേണുവിനെ ജസ്റ്റ് നമ്മൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നിട്ട് ഒരു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്ടെവർ യൂട്യൂബിലായി കഴിഞ്ഞാലും ഒരു 10 വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ 2 വീഡിയോ രേണുവിൻ്റെത് ഉണ്ടാവും. ഈവൻ ബിഗ് ബോസിനകത്ത് തന്നെ ഇപ്പോൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഒരു വീട് വെച്ച് അനു പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു വീട് വെച്ച് തന്നു, അതിന് കുറ്റവും കുറവും പറയാണ്ടല്ലാണ്ട് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കഴിഞ്ഞു പോകണം എന്നാണല്ലോ. പക്ഷെ പുള്ളിക്കാരി അതിൽ അല്ല, വേറെ കാര്യം പറ്റേ ശരി, എന്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം? നമ്മൾ കേരള ജനത
നമ്മുടെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ധൈര്യവും അവരെ പഠിപ്പിക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ സൊസൈറ്റിയിൽ കണ്ട 3-4 ആത്മഹത്യകൾ അതെ അല്ലേ? അതെ. സ്ത്രീധനത്തിൻ്റെ പേരിലും വീട്ടിലും ഈ സഹിച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരാരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ എനിക്കൊരു വീട് വെച്ച് തരൂ, എനിക്ക് കിടക്കാൻ ഇടമില്ല, നിങ്ങൾ എനിക്കൊരു വീട് വെച്ച് തരുമെന്ന് ഇവരാരും പോയി ആവശ്യപ്പെട്ടിട്ടില്ല. അവർ വന്ന് ചെയ്താണ്. എന്തിനാണ് അവർ വന്ന് ചെയ്തത്? അവർക്കൊരു മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്കൊരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അവർക്ക് വീഡിയോയിൽ എത്രയോ വീഡിയോ അവർ ചെയ്തു, ഞങ്ങളാണ് വെച്ച് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വന്ന് ഒരാൾ കൊടുക്കുമ്പോൾ അത് വൃത്തിക്ക് കൊടുക്കുക, മനസ്സിലായില്ല? അതിൽ ചോർച്ച ഉണ്ടായിരുന്നു. ഇല്ല, ആ സംഭവം തന്നെയാണ്, ആ ഇഷ്യൂ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ചേച്ചി എന്തുകൊണ്ട് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മീഡിയയിൽ നമ്മൾ അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ചേച്ചി എന്തുകൊണ്ട് അത് ഹൈഡ് ചെയ്തില്ല? സുമി ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പറയുന്ന ഈ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാലും അവർ ചെയ്ത ജോലിക്ക് രാവിലെ ഒരു ശമ്പളം പറഞ്ഞ് നമ്മൾ അവരെ ജോലിക്ക് നിർത്തിയിട്ട് വൈകിട്ടാകുമ്പോൾ ആ ശമ്പളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ശമ്പളം കുറച്ച് കൊടുത്തു അവർ ചോദിക്കുക തന്നെ. അതാ ചോദിക്കാതെ ഈ പറയുന്ന ടീംസ് കിട്ടിയത് വാങ്ങിച്ചു വെച്ചുകൊണ്ട് പോകുമോ? ഒരിക്കലും അങ്ങനെ പോകത്തില്ല, മനസ്സിലായി? പിന്നെ രേണു മാത്രമല്ല സഹിക്കണം, രേണു മാത്രമല്ല അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായി? ഇപ്പോൾ സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ ഈവൻ ഗ്രൂപ്പോട് കൂടി പുള്ളിക്കാരെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ അത് ചെയ്യുന്നത്. അത് ഗെയിമാണ്, അത് ഗെയിമാണ്. ശരിക്കും അതിനകത്തുള്ള ഒരു സ്ട്രാറ്റജി അങ്ങനെയാണ്. അത് ഇന്ന് രേണുവും സുധീനെയാണ് ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ വേറൊരാളെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. അവർ കോർണർ ചെയ്യും, ടാർഗറ്റ് ചെയ്യും, ഇങ്ങനെ പലതും ചെയ്യും, മനസ്സിലായി? അത് ഗെയിമിൻ പ്ലാൻ, ഗെയിമിൻ്റെ സ്ട്രാറ്റജി ഇങ്ങനെയുള്ളതാണ്. അതിൽ നമ്മളിവിടെ പുറത്തിരുന്നും കൊണ്ട് അതിന് അഭിപ്രായം പറഞ്ഞിട്ടോ അതിൽ നമ്മൾ അമർഷം പൂണ്ടിട്ടോ നമ്മളൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നാളെ ഈ പറയുന്ന രേണുവും കൂടെ നിന്നുകൊണ്ട് ചിലപ്പോൾ നാളെ വേറൊരു ആർട്ടിസ്റ്റിനെതിരെ സംസാരിക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ ഗ്രാഫ് ഉയരുന്നു താഴുന്നു എന്നുള്ളത് പുറത്ത് ന്യൂസ് കിട്ടത്തില്ലല്ലോ. അകത്തിരുന്ന് തന്നെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റണം, മനസ്സിലായില്ലേ? എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റണം. ശരിക്കും അതാണ് ഗെയിം, മനസ്സിലായി? ഇതിൽ മനസ്സിലാക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും തെറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ഗ്രാഫ് അവിടെ താഴുന്നതും അവരവിടെ നിന്ന് എലിമിനേഷനിൽ പുറത്തു പോകപ്പെടുന്നത്. ഉദാഹരണത്തിന് അക്ബറിൻ്റെ കാര്യം തന്നെ എടുക്കും. അക്ബർ ഇവിടെ നിന്ന് പോയപ്പോൾ രേണു ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ, മീൻസ് അകത്തെത്തി രേണുവിനെ കണ്ട് രേണു ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് രേണുവിനെ ആയിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. എന്തിനാ വെളിയിൽ രേണുവിന് ഹേറ്റേഴ്സ് കൂടുതലാണ്. രേണു 2 കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ വെളിയിൽ വലിയ ഹീറോ ആക്കും. വെളിയിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് വെളിയിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് കുറേ കണ്ടന്റ് ഇങ്ങനെ ഓടും. എനിക്ക് എന്തായാലും ഫാൻസ് ആർമി ഉണ്ടാവും. അവരെൻ്റെ ഇതിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്യും. എനിക്ക് കുറേ വോട്ട് മേടിച്ചു തരും. ഇങ്ങനെ ചുളിവിൽ വോട്ട് നേടാൻ നോക്കിയ ഒരു തേർഡ് റേറ്റ് ഒരു തന്ത്രം മാത്രമായിരുന്നു അക്ബറിൻ്റെത്. അത് രേണു കറക്റ്റായിട്ട് ആ ബോളിനെ തട്ടി ഗോൾ പോസ്റ്റിലാക്കി. രേണുവിന് അതൊരു ബോണസായിട്ട് മാത്രമേ ആയിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ശരിക്കും ഗെയിം കളിക്കാം, എന്ത് വേണം പറയാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ത്രീയെ ഒരിക്കലും നമ്മളിങ്ങനെ അഭിസംബോധന ചെയ്യാൻ പാടില്ലാത്ത വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ബിബിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനിയിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് രേണു കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അത് ലാസ്റ്റ് വരെ പോകും തോന്നുന്നുണ്ടോ? ലാസ്റ്റ് വരെ പോകും. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഞങ്ങളിപ്പോൾ എഡിറ്റിങ്ങിന് കയറ്റിയിട്ടുള്ളതേ ഉള്ളൂ. അത് റിലീസ് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ രേണു വന്നിട്ടാണ് ഞങ്ങൾക്ക് റിലീസ് വെയിറ്റ്. ഞങ്ങളത് മാറ്റി വെച്ചേക്കുന്നത് 100 ദിവസത്തേക്കാണ്. 100 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉറപ്പിലാണ്. കാര്യം ഞങ്ങൾക്കറിയാം, രേണുവിനെ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങൾക്കറിയാം അത് പോകും. അതിപ്പോൾ രേണു അകത്ത് കരയുന്നു, രേണു അകത്ത് ഒറ്റപ്പെടുന്നു, അതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കരയുന്നതും രേണുവിൻ്റെ സ്ട്രാറ്റജി ആയിരിക്കാം, മനസ്സിലായില്ലേ? ചിലപ്പോൾ അതിനകത്ത് അതാ ഒരു കോർണർ ചെയ്യുക എന്നുള്ളത് ഗെയിമിൻ്റെ പ്ലാൻ തന്നെയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒരാളെ ഇതാക്കും. നാളെ ഇനി രേണുവും കൂടെ ചേർന്ന് വേറൊരാളെ ആക്കും. അതൊക്കെ ഗെയിമിൻ്റെ വഴിക്ക് വിട്ടേക്ക്. ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് എന്തായാലും രേണു ഇല്ലെന്ന് പോകും എന്നുള്ള തോന്നുന്നില്ല. ശരിക്കും മനസ്സിലാക്കിയെടുത്തോളം നല്ല രീതിയിലുള്ള സപ്പോർട്ട് രേണുവിനുണ്ട്. വിജയിക്കട്ടെ. രേണു സുധിയിൽ നിന്നും രേണു എന്ന ആർട്ടിസ്റ്റിലോട്ട് രേണു വളരട്ടെ.